അതുപോലെ തന്നെ ഈ ഒരു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ധാരാളം പ്രകോപനങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒരു പാകിസ്ഥാൻ റേഞ്ചറെ ഇന്ത്യ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയുമാണ്. അപ്പോൾ ഈ വിവരം പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അതിൽ തുടർന്ന് ഇവർ മറ്റെന്തെങ്കിലും നീക്കുപോക്കുകൾ, അതായത് പ്രകോപനങ്ങളിലേക്കോ അങ്ങനെ എന്തെങ്കിലും കടക്കാൻ സാധ്യതയുണ്ടോ? ജയലക്ഷ്മി, ഇതുവരും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു പ്രകോപനം, അതായത് ഈ റേഞ്ചറെ കസ്റ്റഡിയിൽ എടുത്തതിനെ തുടർന്നില്ല. മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഏകദേശം 1.5 ആഴ്ചയായി ഇന്ത്യയുടെ ഒരു BSF ജവാൻ PK സാഹുവും പാകിസ്ഥാന്റെ റേഞ്ചർമാരുടെ കസ്റ്റഡിയിലാണുള്ളത്, അതിർത്തി കടന്നു എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ട് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് നമ്മുടെ BSF രാജസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഒരു പാകിസ്ഥാൻ റേഞ്ചറെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ റേഞ്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ BSFന് പകരമായി പാകിസ്ഥാൻ അതിർത്തി കാക്കുന്നവരാണ് പാകിസ്ഥാന്റെ അർദ്ധസൈനിക വിഭാഗം അഥവാ റേഞ്ചേഴ്സ്. അതിലൊരാളെ അതിർത്തി കടന്ന കുറ്റത്തിന്, അതിർത്തി കടന്ന് പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകാൻ സഹായിച്ച കുറ്റത്തിനാണ് BSF കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതിൽ പാകിസ്ഥാൻ സ്ഥിരീകരിച്ചുകൊണ്ട് പറയുന്ന കാര്യം, ഇന്ത്യ ഇയാളെ തട്ടിക്കൊണ്ടുപോയി, അതിർത്തി കടന്ന് അകത്തേക്ക് കയറി BSF ജവാന്മാർ ഈ പാക് റേഞ്ചറെ തട്ടിക്കൊണ്ടുപോയി എന്ന അവകാശവാദമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണമായി ഔദ്യോഗികമായി ലഭിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ കാര്യങ്ങൾ വ്യക്തമാണ്. അതിർത്തി കടന്ന് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്താൻ ശ്രമിച്ചു, ഇന്ത്യൻ വിവരങ്ങൾ ചോർത്തി നൽകാൻ ശ്രമിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റേഞ്ചറെ എന്തായാലും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇന്ത്യ BSF. എന്തായാലും ഇന്ത്യ പാക് പോര്, അതായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള അനാവശ്യ പ്രകോപനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാന്റെ യാതൊരുവിധ പ്രകോപനങ്ങൾക്ക് മുന്നിൽ തലകുനിക്കില്ല ഇന്ത്യ എന്നുള്ളത് തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.